ഇപ്പോൾ നിങ്ങൾ കണ്ട ടൈപ്പിലുള്ള ഇമേജ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു തവണ ഈ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ക്രിയേറ്റ് എ ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബ്ലാങ്ക് പേജിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ എലമെൻറ്റ്സിനകത്ത് ഞാനിപ്പോൾ ഒരു ചില്ലിയുടെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം എലമെൻറ്റ്സിനകത്ത് ഇവിടെ ജസ്റ്റ് എലമെൻറ്റ്സ് വരിക. എലമെൻറ്റ്സ് വന്ന ശേഷം നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ ഇങ്ങനെ ആക്കേണ്ടത് അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ചില്ലി പേപ്പർ ഐസൊലേറ്റഡ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് ചില്ലി പേപ്പർ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എനിക്കത് ഫ്ലിപ്പ് ചെയ്യണം. അതിന് വേണ്ടി ഇവിടെ മോളി ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫ്ലിപ്പ് ഹോറിസോണ്ടൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്ത് ടെസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ഞാനിപ്പോൾ ചില്ലിയും തന്നെ ആഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫോണ്ട് ചെയ്ത ശേഷം ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് വേണ്ട എന്താണോ അത് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ചില്ലിയും തന്നെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചില്ലിയും തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ചില്ലിന്ന് അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ഇതിപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്. അപ്പം അതിൻ്റെ സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ ഇവിടെ വൈറ്റ് കളർ കൊടുക്കുകയാണ്. വൈറ്റ് കളർ കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത ആ ഇമേജിൻ്റെ സൈസിൻ്റെ രീതി തന്നെ നമുക്ക് അത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനത് ഡ്രാഗ് ചെയ്ത് ഇപ്പം ചില്ലി എന്നുള്ള വൈറ്റ് കളർ ആക്കിയിട്ട് മുകളിലേക്ക് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഇൻക്രീസ് ആക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റ് ആകുന്ന രീതിയിൽ, അതായത് നമുക്ക് അതിനകത്ത് കവറായി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് അതിനകത്ത് ഡ്രാഗ് ചെയ്ത് വെക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ചില്ലി എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെളി വരണം. കാരണം വെളിയിൽ വരുമ്പോഴാണ് അത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ചില്ലി എന്നുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് വെച്ച് ഇനി ഇതിന് ശേഷം നമുക്ക് ഈ സ്പേസ്, അതായത് ഓരോ ലെറ്റർ തമ്മിലുള്ള സ്പേസ് നമുക്ക് ഇച്ചിരി കൂടെ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അതിനുവേണ്ടി ഏറ്റവും മുകളിൽ നമുക്ക് സിമ്പിൾ കാണാൻ സാധിക്കുന്നതാണ് ലൈൻ സ്പേസിങ്ങിൻ്റെ. അപ്പോൾ ആ എഫക്റ്റിന് തൊട്ട് മുമ്പുള്ള മുകളിൽ നിങ്ങൾക്ക് എഫക്ട്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഇതിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടാം. അതിനുവേണ്ടി ഞാൻ നേരെ മോളി വന്ന ശേഷം ലെറ്റർ സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ അതിനകത്ത് കുറച്ച് ഞാൻ കൂട്ടുകയാണ്. നമ്മൾ ഒരുപാട് കൂട്ടില്ല, നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൂട്ടുക. കാരണം കുറച്ച് സ്പേസ് വരണം. കാരണം നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നോർമൽ സ്പേസിൽ നിന്ന് ഇച്ചിരി സ്പേസ് നമ്മൾ കൂട്ടുന്നത്. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് സ്പേസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് ഇനിയിപ്പം നമുക്ക് നമുക്ക് സെക്കൻഡ് പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഇമേജിൽ വേണമെങ്കിലും ചെയ്യാം. അതാണ് ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഒരു തവണ നമുക്ക് ആ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇമേജിലേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പേജിലേക്ക് വരുന്ന മുമ്പ് തന്നെ നമ്മളിവിടെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ആർച്ച് അപ്പ് എന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ആർച്ച് അപ്പ് എന്നുള്ള അടിച്ചു കൊടുക്കുക. അത് ഇവിടെ കണ്ടോ, ആർച്ച് അപ്പിൻ്റെ മുകളിലുള്ള ഒരു സിമ്പിൾ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, രണ്ടെണ്ണമായിട്ട് എടുക്കുക. അതിനുശേഷം ഒരെണ്ണം നിങ്ങൾ സീഡ് അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ആ സീഡ് അവിടെ തന്നെ നിങ്ങളത് അത്ര സ്മോൾ ആക്കിയിട്ട് നിങ്ങളവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ നമ്മൾ അത് നേരെ നമ്മൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. അതിൻ്റെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡാക്കിയ ശേഷം അതും ഇതുപോലെ തന്നെ അതേ പൊസിഷനിൽ അതേ ഷേപ്പിൽ നിങ്ങൾ താഴെ ആ സീയെ കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇപ്പം നോക്കുക, ഇതിനകത്ത് ആഡായി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നമ്മൾ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ആഡാക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഷേപ്പിൻ്റെ അവിടെ വന്ന് അടുത്ത ഷേപ്പ് എടുത്ത ശേഷം നമുക്ക് ഓരോ ലെറ്ററിൻ്റെയും, അതായത് നമ്മൾ ആഡ് ചെയ്ത HILLI അതിൻ്റെ ഓരോ ലെറ്ററിൻ്റെയും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുക. കാരണം ഇത് ആഡ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട്, അതായത് വെളിയിലായിട്ട് കറക്റ്റായിട്ട് വെളിയിൽ അത് കട്ട് ചെയ്ത പോലെ ആ ലെറ്റേഴ്സ് കട്ട് ചെയ്ത പോലെ വരാൻ വേണ്ടിയാണ് നമ്മൾ അത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അതുപോലെ സിക്ക് നമുക്കൊരു കർവ് കൊടുക്കാം. ഇവിടെ നമുക്ക് സീഡ് ആ രീതിയിലുള്ള തന്നെ നമുക്കിവിടെ യെല്ലോ കളറിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. യെല്ലോ കളർ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യുക, വൈറ്റ് അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഈ നടുക്കാടിയ സാധനം ഒന്നും കൂടെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം ആ സീഡ് ഗ്യാപ്പിൻ്റെ അവിടെ നമ്മൾ ആഡ് ചെയ്യുക. ഞാൻ സീഡ് ഗ്യാപ്പിൻ്റെ അവിടെ തന്നെ അത് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക, ആ സീഡ് ഗ്യാപ്പ് വരുന്ന ആ രീതിയിലുള്ള സൈസ് ഇതിനകത്ത് ആഡ് ചെയ്യുക. അതിന് നോക്കാൻ വേണ്ടി നമുക്ക് ആ എച്ചിൻ്റെ നടുക്കുള്ള ആ വര കാണാൻ സാധിക്കുന്നതാണ്. ആ സ്പേസിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക.
ആടിയ ശേഷം അതിൻ്റെ ഇത് കൊടുക്കുക, കറക്റ്റായിട്ട് മാച്ചാകുന്ന രീതിയിൽ, അതായത് ആ ഗ്യാപ്പ് തോന്നിക്കുന്ന രീതിയിൽ അത് ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് എച്ച് എന്നുള്ള ആഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ നമുക്ക് ഷേപ്പ് എടുക്കാം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ എലമെൻറ്റ്സിൽ വന്ന ശേഷം ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ എച്ചിൻ്റെ സൈസ് അതേപോലെ നമുക്ക് വൈറ്റ് കളർ ആക്കാം. റെഡ് കളർ വന്ന സ്ഥിതിക്ക് അത് വൈറ്റ് കളർ ആക്കാം. വൈറ്റ് കളർ ആക്കിയിട്ട് ഇതുപോലെ തന്നെ എച്ചിൻ്റെ അതേ ലെന്തിൽ തന്നെ നിങ്ങൾ അതെടുക്കുക. അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നതാണ് എച്ചിൻ്റെ അതേ സൈസിൽ തന്നെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. എടുത്ത ശേഷം ആ എച്ചിൻ്റെ അവിടെ അതുകൊണ്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലെന്ത് കൂട്ടുക. കാരണം നമുക്ക് ആ മുളക്, അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ചില്ലിനെ കട്ട് ചെയ്യുന്നിട്ട് കണ്ടോ, ഇപ്പം ആ എച്ച് അവിടെ ആഡായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എച്ച് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. എച്ച് അവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇതുപോലെ എച്ചിൻ്റെ അപ്പുറത്തെ സൈഡും നമ്മൾ ഇതുപോലെ ആക്കുക. അതുപോലെ തന്നെ ഐയും ഇതുപോലെ ആക്കുക, എല്ലും ഇതുപോലെ ആക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെയും ഐയുടെയും നിങ്ങൾ ആക്കുക. ഇതുപോലെ നിങ്ങൾ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. വേറെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട. ഓണം ആഡ് ചെയ്ത ശേഷം എച്ചിൻ്റെ തന്നെ ഓണം ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതവിടെ പ്ലേസ് ചെയ്താൽ മതി. ഇപ്പം കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കൊടുത്ത ശേഷം നമ്മളത് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഐയുടെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പ്ലേസ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചില്ലി എന്നുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു ഫുള്ള് എല്ലാം കട്ടായി വന്ന രീതിയിലുള്ള ഒരു ഇത് ആഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാം ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് അത്യാവശ്യം ഫുള്ളായിട്ട് ആഡായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഫുള്ള് നമ്മൾ എല്ലാം കളഞ്ഞ് എല്ലാം കളഞ്ഞ് ചില്ലി എന്നുള്ളത് ഫുള്ളായി ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇത് ആഡ് ചെയ്താലും, അപ്പം ചില്ലിക്ക് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ പേരോ എന്ത് ആഡ് ചെയ്താലും നിങ്ങൾ നോക്കുക എല്ലാം ഇതിന് കവറായിട്ട് നിൽക്കണം. അതായത് കട്ട് ചെയ്ത പോലെ, ഓരോ പീസും കട്ട് ചെയ്ത പോലെ തന്നെ വേണം. എന്നാലാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ CHILL എല്ലാം കട്ട് ചെയ്ത് കണ്ടോ, ഓരോ പീസ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതലും അട്രാക്റ്റീവായിട്ട് നമുക്ക് അത് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് സെക്കൻഡ് പേജിലേക്കാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജ് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പേജ്, ആ പേജ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്ന ആ പേജ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിലുള്ള ആ ചില്ലി, നിങ്ങൾക്ക് ഇവിടെ ചില്ലി കാണാൻ സാധിക്കുന്നതാണ്. ആ ചില്ലി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ആ ചില്ലിയുടെ ഫോട്ടോ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ചില്ലി എന്നുള്ള അവിടെ കിടപ്പുണ്ട്. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കത് കാണാൻ പറ്റാത്ത സി മാത്രം നമുക്ക് കാണുന്നത്. ഇവിടെ ചില്ലി കിടപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഷേപ്പിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് കളർ ചേഞ്ച് ചെയ്ത് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കി. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ ഞാൻ കറക്റ്റാക്കി ഫിറ്റ് ആകുന്ന രീതിയിൽ. അതിനുശേഷം ഇതിനെ നമ്മൾ ബാക്കിലേക്ക്, ലെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ബാക്കിലേക്ക് ആക്കുവാണ്. കാരണം നമുക്ക് ആ ചില്ലിന്ന് എഴുതി ഫ്രണ്ടിലേക്ക് വരണം. അതിനുവേണ്ടി സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെൻഡ് ടു ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ കളർ ബാക്കിലേക്ക്, ആ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ചില്ലി എന്നുള്ള കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ചില്ലി എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ആ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ ചില്ലി എന്നുള്ള പോർഷൻ മാത്രം മതി. നമുക്ക് യെല്ലോ ബാക്കിയുള്ള, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആ യെല്ലോ നമുക്ക് ജസ്റ്റ് ചെറുതാക്കി ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് കറക്റ്റ് ആ ചില്ലി എന്നുള്ള മാത്രം ജസ്റ്റ് പൊസിഷൻ എടുക്കുക. അതിനുശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി PNG ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ബിഫോർ ആയിട്ട് കിടക്കണം. ഞാനിപ്പോൾ PNG എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് PNG എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി വരുന്നതായിരിക്കും. പിന്നെ ഇത് പ്രോ വെർഷനിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ചില്ലിയുടെ ഇതൊക്കെ നമുക്ക് പ്രോ വെർഷനാണ് കിട്ടിയത്. പ്രോ വെർഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ തേർഡ് പേജ്, മൂന്നാമത്തെ പേജ് ഞാൻ ഓപ്പൺ ആക്കി. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ബ്ലാക്ക് പേജ് ഓപ്പൺ ആക്കി. അതിനുശേഷം ഞാൻ കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് കളർ ബ്ലാക്ക് ഞാനിവിടെ സെലക്ട് ചെയ്ത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് ഉണ്ട്, അതായത് ചില്ലി എന്നുള്ള നമ്മൾ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ചില്ലി എന്നുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമുക്കിവിടെ അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ആ ചില്ലി എന്നുള്ളത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്.
അതിനുശേഷം ഇവിടെ ഞാൻ ആ ചില്ലി എന്നുള്ള ആഡ് ചെയ്ത ശേഷം അത് നമ്മുടെ ഇതിന് ഫിറ്റാകുന്ന രീതിയിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നല്ല തന്നെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. നമുക്ക് വേറെ ആപ്ലിക്കേഷനൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്തോടെ തന്നെ നമുക്ക് ക്യാൻവ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തരം, അതായത് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാൻവയിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പം നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ചില്ലി എന്നുള്ള കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ചില്ലി എന്നുള്ള ആ ഇമേജ് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കിതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റാക്കാം. അതിനുശേഷം ഞാൻ നമ്മുടെ ചില്ലിയുടെ ഇമേജ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം അത് ഞാൻ സെൻഡ് ടു ബാക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ചില്ലി എന്നുള്ളത് വന്ന് ബാക്കിലേക്ക് ആഡായി കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ചില്ലിയുടെ എക്സ്ട്രാ പാർട്ട്, അതായത് ഈ ഇമേജിന് അകത്ത് നിൽക്കുന്ന പാർട്ട് മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുക, ബാക്കി നമ്മൾ കളയുക. ഇപ്പോൾ നമ്മൾ ആ ചില്ലി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ചില്ലിയുടെ അവിടെ നമ്മൾ മുളകിൻ്റെ ആ ചില്ലിയുടെ ഇമേജ് ആഡ് ചെയ്തുകൊണ്ട് അവിടെ റെഡ് കളർ ആയി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തപ്പോൾ. ഇനിയിപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളറായി, അത് നമ്മൾ ഫുള്ള് യെല്ലോ കളറിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബ്ലാക്ക് ആയിരുന്നു, അത് നമ്മൾ ഫുള്ള് യെല്ലോ കളറിലേക്ക് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ചില്ലി എന്നുള്ള കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ വീണ്ടും PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എനിക്ക് ആ പേജ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഡൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് റെഡ് കളറിലുള്ള ചില്ലി എന്നുള്ള എഴുതി വന്നത് ആയി നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് വരുവാണ്. നമ്മൾ ആഡ് പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അടുത്ത പേജ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ചില്ലി എന്നുള്ളത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എലമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ വന്ന ശേഷം നമ്മൾ ഇപ്പം ഡൗൺലോഡ് ചെയ്തെടുത്ത, അതായത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ചില്ലി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നേരത്ത് ചില്ലി എന്നുള്ള ചുമന്ന ലെറ്റർ മാത്രം നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, ചില്ലി എന്നുള്ള ചുമന്ന ലെറ്റർ മാത്രം കിട്ടി. ഇനിയിപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജാണ്. അതായത് നമ്മൾ നേരെ നമ്മുടെ ഇമേജ്, ആ ചില്ലിയുടെ ഇമേജ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതായത് രണ്ടായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ സൈസ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്ന രീതി, അതായത് നമ്മൾ ഏത് ഇതാണ് റേഷ്യാണ് എടുത്ത് അതിനകത്ത് ഫിറ്റ് ആകുന്ന രീതി നമ്മൾ കറക്റ്റാക്കുക. അതിനുശേഷം നമുക്ക് ആ ചില്ലിയുടെ ഇത് കട്ട് ചെയ്യാം. നമുക്ക് നിങ്ങളെപ്പോഴും സൈസ് അതിൻ്റെ സൈസ് വലുതാക്കിയ ശേഷം നിങ്ങൾ ഇത് ഔട്ടറായിട്ടുള്ള ആ പാർട്ടുകൾ എപ്പോഴും ചെറുതാക്കി വെക്കുക. കാരണം അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്ത് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം അത് സെലക്ട് ചെയ്യാൻ നേരത്ത് അത് സെലക്ട് ആകാതെ ഇത് മാത്രം സെലക്ട് ആകും. അതുകൊണ്ട് ഇതിന് എന്തുമാത്രം പാർട്ട് ആവശ്യമുണ്ടോ അത്ര മാത്രമായിട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്യുന്ന പോലെ വെക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ചില്ലിയുടെ ആ ഫോട്ടോ ആഡ് പോവാണ്. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് പേജ് വന്ന് ആ ചില്ലിയുടെ ഫോട്ടോ കോപ്പി ചെയ്ത ശേഷം ഇവിടെ ചില്ലിയുടെ അവിടെ വന്ന ശേഷം ഞാൻ ഇത് ആഡ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ചില്ലിയെ പേസ്റ്റ് ചെയ്ത് അത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അപ്പം രണ്ട് ചില്ലിയുടെ ഫോട്ടോ എൻ്റെ വന്ന് അതിനുശേഷം ഞാൻ ഒരെണ്ണം ഈ സൈഡിലേക്കും ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡിലേക്കും മാറ്റാൻ പോവാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇമേജ് വന്നിട്ടുണ്ട്. രണ്ട് ചില്ലിയുടെ രണ്ട് ഇമേജ് നമ്മൾ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് നീക്കാം ആദ്യത്തെ ചില്ലിയുടെ ഇമേജ്, നമ്മൾ ആദ്യത്തെ ഇട്ട ചില്ലിയുടെ ഇമേജ്. ഇനി രണ്ടാമത്തെ ചില്ലിയുടെ ഇമേജ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ചെയ്യുക. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷന്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത രണ്ടാമത്തെ ചില്ലിയാണ്. രണ്ടാമത്തെ ചില്ലി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കണ്ടോ ചില്ലി എന്നുള്ളത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇമേജിലും ഇത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്യാൻവ ഉപയോഗിച്ച്, അല്ലാതെ പ്രൊഫഷണലായിട്ട് ഇതെന്തെങ്കിലും കൂടുതൽ അറിയണമെന്നൊന്നുമില്ല. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് അത്ര
ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഒരു തവണ കാണുമ്പോൾ അല്ലെങ്കിൽ 1-2 തവണ കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഇതുപോലെ ക്യാൻവയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരുവാണെങ്കിൽ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.